ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല എരിവും പുളിയും ഒക്കെ ഉള്ളൊരു മുരിങ്ങയ്ക്ക കറിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഒരു മുരിങ്ങയ്ക്ക ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 3 തൊണ്ടൻ മുളക് വേണം. പിന്നെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി വേണം. പിന്നെ നമുക്ക് അരമുറിയുടെ പകുതി തേങ്ങ ചിരകിയത് വേണം. പിന്നെ 5-6 വറ്റൽമുളകും കുറച്ച് മല്ലിയും വറുത്തെടുത്തിട്ടുണ്ട്. 4-5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പുളി ഇവിടെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് വറുക്കാൻ ആവശ്യമായ കറിവേപ്പിലയും കടുകും കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ ഒരു 4 ചെറിയ ഉള്ളിയും കൂടെ കടുക് വറുക്കുമ്പോൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ വെളിച്ചെണ്ണ വേണം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. മല്ലിയും മുളകും ചെറിയ ഉള്ളിയും തേങ്ങയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ അതിൽ തന്നെ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു മൺചട്ടിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ചൂടായതിന് ശേഷം എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് കടുകും ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരണം. അപ്പോൾ നമ്മുടെ ചെറിയുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കായും പച്ചമുളകും തൊണ്ടൻ മുളകും തക്കാളിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറി എത്രത്തോളം വേണോ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. അരപ്പൊക്കെ നന്നായി വെന്ത് വരണം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുറന്ന് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മുരിങ്ങയ്ക്ക കറി തയ്യാറായിട്ടുണ്ട്. നല്ല എരിവും പുളിയും ഒക്കെയുള്ള നല്ല സ്വാദിഷ്ടമായ കറിയാണ്. ചോറിനൊപ്പം കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയതായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം.
അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.